ഹലോ കൂട്ടുകാരെ, കമൻസ് ആയിട്ട് വന്ന ഡൗട്ട്സിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് ഹൗ ടു ഹീൽ ഈഗോ എന്നുള്ളതാണ്. ഇതിൽ ഷാഡോ സെൽഫ് സീരീസ്, അതായത് ഈ ഒരു ചാനലിൽ ഷാഡോ സെൽഫ് സീരീസ് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതിൽ ഈഗോനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും എങ്ങനെ ഹീൽ ചെയ്യാമെന്നുമുള്ള ഒരു വീഡിയോ കിടപ്പുണ്ട്. ദയവേത് ഇത് കണ്ടു നോക്കുക. അതല്ലാതെ ഈഗോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഏതൊരു കാര്യവും, അതായത് ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി വരുമ്പോഴത്തേക്ക് അവർ ഹാർട്ട് സ്പേസിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, മൈൻഡിനെ ബാലൻസ് ചെയ്തുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ലോജിക്കൽ മൈൻഡിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഹാർട്ട് സ്പേസിലൂടെയാണ് ചിന്തിക്കേണ്ടത്, ഹാർട്ടിലൂടെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്. അതായത് ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ ഒരു എനർജി. എന്നാൽ അതല്ലാതെ ലോജിക്കലായിട്ട്, എക്സ്ട്രീംലി ലോജിക്കലായിട്ട് മൈൻഡ് കൺട്രോൾഡായിട്ട് വരുന്ന ഏതൊരു ചിന്തകളും നമ്മളുടെ ഈഗോ ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ. എക്സാമ്പിളിൽ പറയുമ്പോൾ ഹീലിങ്ങിൽ മുമ്പോട്ട് വരുമ്പം നമ്മൾ പലരെയും ജഡ്ജ് ചെയ്യാറുണ്ട്. അത് ഈഗോയാണ്. അതായത് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ മാത്രം എന്ന് ആലോചിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി. അത് മാത്രമല്ല ഈഗോ എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തോട്ട്സ് പോലും ഈഗോ ബേസ്ഡ് ആയിട്ട് വരാറുണ്ട്. അതായത് ജഡ്ജ് ചെയ്യുക, ഒരാളെ കാണുമ്പം ആങ്കർ ഇഷ്യൂസിൽ വരിക, അവരുടെ ഒരു ലൈഫിൽ, അതായത് ഏതൊരു സോളും ആയിക്കോട്ടെ, അവരുടെ ആ ഒരു ലൈഫിൽ അവരുടെ പർപ്പസിൻ്റെ അനുസരിച്ച്, അവരുടെ സോൾ ഫ്രീക്വൻസിയുടെ അനുസരിച്ചായിരിക്കും അവർ ഡേ ടു ഡേ ലൈഫിൽ പോലും അവരുടെ കാര്യങ്ങളെ ചൂസ് ചെയ്യുന്നത്. അതിനെയൊക്കെയും ഫോഴ്സ്ഫുള്ളി നമ്മൾ ജഡ്ജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മാറ്റാൻ നോക്കുക. ഇതൊക്കെയും കുഞ്ഞു കുഞ്ഞു ഈഗോ ആണ്, സ്പിരിച്വൽ ഈഗോസാണ്. ഇതല്ലാതെ ഈഗോ എന്ന് പറയുമ്പം നമുക്ക് പല കാര്യങ്ങളെയും നമ്മളുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അതിപ്പം ഡേ ടു ഡേ ലൈഫിലാവാം, ഈറ്റിംഗ് ഹാബിറ്റ്സിലാവാം, റിലേഷൻഷിപ്സിലാവാം, സിറ്റുവേഷൻസ്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലാവാം, ഹെൽത്ത് വൈസ് ആവാം. ഒക്കെയും ഇതിനൊന്നും സറണ്ടർ ചെയ്യാതെ നമ്മൾ ആലോചിക്കുന്ന ഓരോ കാര്യവും ഈഗോ ബേസ്ഡ് എനർജി തന്നെയാണ്. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാം? ഓരോ പ്രാവശ്യം ഈ ഒരു തോട്ട് വരുമ്പോഴും അതിനെ സപ്രസ് ചെയ്യരുത്. കാരണം അത് നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന തോട്ട്സ് ആയിരിക്കാം, ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന പ്രവർത്തനങ്ങളായിരിക്കാം. അതായത് അതുവരെ നമ്മൾ കണ്ടു വളർന്ന സാഹചര്യങ്ങളിലൂടെ, നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ട പല കാര്യങ്ങളിലൂടെയും ഈ ഒരു തോട്ടിനെ ഉള്ളിലേക്ക് എടുക്കുമ്പം വരുന്ന ഔട്ട്കം ആയിരിക്കാം നമ്മളുടെ ഇമോഷൻ ആയാലും, നമ്മുടെ ജഡ്ജ്മെൻ്റ് ആയാലും, നമ്മളുടെ ഒരു തോട്ട് പാറ്റേണിലുള്ള എന്തൊരു കാര്യമാണെങ്കിലും. സോ ആ ഒരു പാറ്റേൺ എവിടെയാണ് കിടക്കുന്നത്, ആ ഒരു തോട്ട് പാറ്റേൺ ആയിരിക്കാം, ആ ഒരു ലിമിറ്റഡ് ബിലീഫ് എവിടെയാണ് കിടക്കുന്നത്, അവിടെ പോയിട്ട് റീറൈറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ജേർണിയിൽ സറണ്ടേർഡാണ്, ഈ ഒരു ജേർണിയിൽ ഞാൻ ഹാർട്ട് സ്പേസിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ജേർണിയിൽ ഈഗോ ബേസ്ഡ് എനർജിയിൽ നിന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യില്ല. അതായത് അഫർമേഷൻസ് കൊടുക്കുക. അടുത്തതായിട്ട് 100% ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഈഗോ പോകുമോ, ഷാറ്റർ ആവുമോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഈ ഈഗോ എനർജീനെ നമ്മൾ ഷാറ്റർ ചെയ്തുകൊണ്ട് വന്ന് ഹാർട്ട് സ്പേസിൽ ഇരുന്നു കൊണ്ട് എനർജീനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്നത് 3Dയിലാണ്, ഒരു ഹ്യൂമൻ ബർത്ത് എടുത്തിട്ടാണ്. അപ്പോൾ ഇമോഷൻസ് നമ്മളുടെ ജേർണിയുടെ ഭാഗമാണ്. ഈ ഇമോഷൻസിൽ നമ്മളൊരു ലോവർ വൈബ്രേഷൻസിലേക്ക് പോകുമ്പോൾ നാച്ചുറലി ഈഗോ നമ്മളിലേക്ക് വരും. അപ്പോൾ ഇതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നല്ല, ഇതിനെ ഫീലാകുക, റിലീസ് ചെയ്യുക. ഇതിൻ്റെ കോർ എവിടെയാണോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, ആ ഒരു പാറ്റേണെ മൊത്തത്തിൽ വേരോടെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഈഗോ എന്നല്ല, ഏതൊരു ഷാഡോ സെൽഫും നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഹീൽ ചെയ്യേണ്ടതും. അടുത്തതായിട്ട് ഇന്നലെ സറണ്ടർ എന്ന് പറഞ്ഞ ഒരു ഷോർട്സ്, അതായത്
ഫസ്റ്റ് തിങ് താങ്ക് യു സോ മച്ച്. ഒത്തിരി മെസ്സേജസ് ഉണ്ട് ഇങ്ങനത്തെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ളതിന് എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് മേ ബി കമൻസ് ആയിട്ടുണ്ട്, കോൾസ് ആയിട്ട്, മെസ്സേജസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന് താങ്ക് യു. അത് ഇന്നലെ പ്ലാൻഡ് ആയിട്ട് ഇട്ടതൊന്നുമല്ല ആ ഷോർട്സ്. പെട്ടെന്ന് എനിക്ക് എന്തുകൊണ്ടോ ആ ഒരു കാര്യം അതൊരു ഡൗൺലോഡ് പോലെ വന്നു, അതങ്ങ് റെക്കോർഡ് ചെയ്തിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ആ ഇട്ട ഷോർട്സിൻ്റെ താഴെയായിട്ട് വന്ന 2 കമൻസാണ് കണ്ടത്. ഒന്ന് വിഷമം വരുന്നു, ഒന്ന് ട്രോമാറ്റിക് സിറ്റുവേഷനിൽ ഈശ്വരൻ മാത്രമാണ് കൂടെയുള്ളത്. അപ്പോൾ ആദ്യത്തെ ഈ രണ്ടും സിമിലറാണ്. ആദ്യത്തേത് വിഷമം വരുന്നു എന്നുള്ളത് ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പം, ഒരാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ, സ്പിരിച്വൽ ജേർണിയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പം ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ വരും, അതിൽ വിഷമം വരും, കരയണമെന്നൊക്കെ തോന്നും. നാച്ചുറലാണ്. കാരണം അവിടെ നമ്മളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതായത് അതിനു മുമ്പ് നമ്മൾ ഹീലിങ്ങിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അവേക്കനിങ് ജേർണിയിലാണ് ജന്മങ്ങളായിട്ട്. പക്ഷേ ഒരു അവെയർനെസ്സോട് കൂടി നമ്മൾ ഈ ഒരു ഹീലിങ്ങിലേക്ക് വന്നു. അതായത് അതിനു മുമ്പുള്ള നമ്മളുടെ ജേർണിയിൽ നമ്മൾ പലപ്പോഴും ട്രിഗേഴ്സ് കിട്ടിയിട്ടുണ്ട്, പലപ്പോഴും ഇന്നർ വൂൺസിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. നാച്ചുറലി കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്ത് പോയിട്ടുണ്ട്, കുറേ കാര്യങ്ങളിൽ നമ്മൾ പിന്നെയും സപ്രസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവെയർനെസ്സിലേക്ക്, അതായത് ഞാൻ ഈ സ്പിരിച്വൽ ജേർണിയിലാണ്, ഞാൻ ഹീൽ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് വിഷമമാണ്. കാരണം നമ്മുടെ ഇന്നർ എനർജീസിൽ കിടക്കുന്ന വൂൺസിനെ അറിഞ്ഞോ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പ്രോഗ്രാമിങ്ങും ഒക്കെയും. സോ ആ ഒരു വിഷമത്തെ അക്സെപ്റ്റ് ചെയ്യുക. എന്താണ് എനിക്ക് വിഷമം തരുന്നതെന്നുള്ള കാര്യങ്ങൾ ഒത്തിരി കാണും, ഒത്തിരി കാണും. അതിനൊക്കെ ഒന്ന് പേപ്പറിലേക്കോ ഒക്കെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക, ഒന്ന് റീപ്രോസസ്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ ഒന്ന് പോയിട്ട് അവിടെയൊക്കെയും ഹീലിംഗ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹീൽ ആയി വരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് നമുക്ക് വേണ്ടത് നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇന്നർ സ്ട്രെങ്ത് വേണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലെ ഈശ്വരനെ, അല്ലെങ്കിൽ ആ ഒരു ഈശ്വരനിലേക്ക് കണക്റ്റ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അൾട്ടിമേറ്റ് സോഴ്സ്, യൂണിവേഴ്സൽ എനർജി, യൂണിവേഴ്സൽ സോഴ്സിലേക്ക് കണക്റ്റ് ആവുക. അതിന് പല പേരുകൾ നമ്മൾ പറയാറുണ്ട്. ആ ഒരു സോഴ്സിലേക്ക് കണക്റ്റ് ആകുമ്പോൾ ആ ഒരു സോഴ്സ് മാത്രമാണ് സ്പിരിച്വൽ ജേർണിയിൽ, ഹീലിംഗ് ജേർണിയിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്ക് ഒരു പ്രൊവൈഡറായിട്ട് നിൽക്കുന്നത്, ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. അതായത് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈശ്വരനാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ. അപ്പോൾ ഈശ്വരനിലേക്ക് നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ, സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ ഈശ്വരൻ്റെ രൂപത്തിൽ മെസ്സഞ്ചേഴ്സായിട്ട് നമ്മുടെ ലൈഫിലേക്ക് പല ആൾക്കാരെയും, പല വീഡിയോസിനെയും, പല മെസ്സേജസിനെ, പല ഹീലേഴ്സിനെ, പല ഗുരുക്കന്മാരെയൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കത്തുള്ളൂ. സോ ഈശ്വരൻ മാത്രമാണെന്നുള്ള ഒരു റിയാലിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്, ഞാൻ ഇന്നർ വർക്കും സെൽഫ് ലവ് റിലേറ്റഡ് ഒരു ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, DM കോണ്ടാക്റ്റിൽ വന്നു എന്ന് തോന്നുന്നു, കോണ്ടാക്റ്റിൽ ഇരിക്കാമോ എന്നുള്ളത്. എഗെയിൻ ഇവിടെ പറയാനുള്ളത്, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എൻറ്റയർലി ഡിവൈൻ്റെ തീരുമാനമാണ് നമ്മളുടെ ലൈഫിൽ എപ്പോൾ കോണ്ടാക്റ്റിൽ വരണം, എപ്പോൾ വരെ ഇരിക്കണം, എപ്പോൾ സെപ്പറേഷൻ വരണം. ഈവൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭാഷണങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെ അത് ഡിവൈൻലി ഗൈഡഡ് ആണ്. കാരണം ആ സംഭാഷണങ്ങളാണ്, ആ ചാറ്റ്സ് ആയിരിക്കാം, ആ ഒരു കൺവെർസേഷൻ ആയിരിക്കാം നമുക്ക് ട്രിഗേഴ്സ് തന്ന് നമ്മളുടെ ഉള്ളിൽ അൺഹീൽഡായിട്ട് കിടക്കുന്ന ആ ഒരു വേർഷനെ നമ്മളുടെ മുമ്പിലേക്ക് ഹീലാവാനായിട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, അവർ ഫിയറിനെ ആദ്യം എടുത്ത് മാറ്റുക. ഞാൻ കോണ്ടാക്റ്റിലിരുന്നാൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് അത് ഡിവൈന് വിട്ടു കൊടുക്കുക. ഈ കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ ഈ ഫിയർ ബേസ്ഡ് അല്ലാതെ നമുക്ക് വരുന്ന ട്രിഗേഴ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രിഗേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഹീലിംഗ് ചെയ്യുക. വൺസ് നിങ്ങൾ പിന്നെയും ഒരു ഹയർ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ സെപ്പറേഷൻ നടക്കാനുള്ളതാണെങ്കിൽ, അതായത് ആ എനർജി
അതെ, ഇവിടെ ഇനിയൊരു ടാസ്ക് ഡിവൈൻ ഫെമിനൈനുള്ളത് എനർജീനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പിന്നെയും ഒരു കോഡിപ്പെൻഡൻസിയിലേക്ക്, പിന്നെയും ഒരു ലോവർ വൈബ്രേഷനിലേക്ക്, പിന്നെയും ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക്, പിന്നെയും ഒരു സെക്ഷൽ ഇൻറ്റിമസി എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് എനർജി ഇംബാലൻസ് ആയിട്ട് സെപ്പറേഷൻ നടക്കുന്നത്. അടുത്തതായിട്ട് ഹീലിംഗിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആസ് എ തേർഡ് പേഴ്സൺ നമ്മളുടെ DMനെ നമ്മളുടെ ലൈഫിൽ വെക്കാൻ, അതായത് ആ ഒരു കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ DMന് ഈ ഒരു എനർജി ട്രിഗറാവും. തിരിച്ച് ആ ഒരു ലൈറ്റ് ട്രിഗർ ആകുമ്പോൾ അവിടെയും സെപ്പറേഷൻ വരാറുണ്ട്. സോ ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹീലിങ്ങിന് വേണ്ടിയുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. അത് മാസങ്ങൾ തൊട്ട് മേ ബി വർഷങ്ങൾ വരെ വരാം. അപ്പോൾ ഈ സെപ്പറേഷൻ വരുമോ എന്നുള്ള ഒരു ഫിയർ മാറ്റിവെക്കുക. ആ കാര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പെയിൻ എന്താണ്, ആ പെയിനിലൂടെ നമ്മൾ പഠിക്കേണ്ട ലെസൺസ് എന്താണ്, അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹീൽഡ് ആകുമ്പോൾ ഇന്നർ സർക്കിളിൽ, അതായത് ഒരു DF ഡിവൈൻ ഫെമിനൈൻ ഹീൽഡ് ആകുമ്പോൾ അവരുടെ ഇന്നർ സർക്കിളിൽ ഉള്ളവരൊക്കെയും ഓൾഡ് സോൾസ് ആണോ, സോൾമേറ്റ്സ് ആണോ എന്നുള്ള ഒരു കണ്ടൻ്റാണ് ഇന്നലത്തെ ഒരു ചോദ്യമാണിത്. അതായത് ഇന്നലെ കമൻ്റായിട്ട് വന്ന ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എല്ലാം ഫ്രീക്വൻസിയാണ് അല്ലേ. ഇതിൽ കാർമിക്സും സോൾമേറ്റ്സും ഒക്കെയും നമ്മൾക്ക് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരുന്നവരാണ്. അപ്പോൾ ആദ്യം ഹീലായി തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് വൈബ്രേഷൻ ഹൈ ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ നിന്നും കാർമിക്സ് ഒക്കെയും പോവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ലൈഫിലാണെങ്കിൽ കാണത്തുള്ളൂ. അതിപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിലും റിലേഷൻഷിപ്സിൻ്റെ പേരിലാണെങ്കിലും അവർ ഈവൻ അടുത്ത ഫാമിലിയിൽ പോലും ഉള്ള ആൾക്കാർ. അപ്പോൾ ഇതൊക്കെയും കാർമിക് കോൺട്രാക്ട്സ് എൻഡ് ആവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ ലെയറായിട്ട് ഡിവൈൻ ഫെമിനൈൻ ഹീലായി വരുമ്പം ആ ഫ്രീക്വൻസിയുടെ അനുസരിച്ചുള്ളവരായിരിക്കും നമ്മുടെ ലൈഫിൽ കാണുന്നത്. ഇതെടുത്ത് പറയാൻ കാരണം ഇപ്പം ഒരു സർക്കിൾ, അതായത് നമ്മൾ ഹീലിംഗ് തുടങ്ങി ഒരു 1.5 വർഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിലേക്ക് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് വന്ന ആൾക്കാർ അല്ലെങ്കിൽ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ലൈഫിലുണ്ട്. അവർ സോൾമേറ്റ്സ് പോലൊക്കെ കാണും. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു റിലേഷൻഷിപ്സും പലപ്പോഴും നമ്മുടെ ലൈഫിൽ നിന്നും വിട്ടുപോകും. അതിപ്പോൾ ഇടയ്ക്ക് വന്ന സോൾ കോൺട്രാക്ട്സ് ആവാം, കുഞ്ഞിലെ തൊട്ട് ഉള്ളതാവാം. അതിൻ്റെ മീനിങ് ആ സോൾ കോൺട്രാക്ട്സ് അവിടെ എൻഡായി എന്നുള്ളതാണ്. എന്നാൽ ഓഫ് കോഴ്സ് നമ്മുടെ സോൾ ഫ്രീക്വൻസിയുമായിട്ട് സിമിലർ വൈബ്രേഷനിലുള്ള സോൾസ് മാത്രമേ നമ്മുടെ ലൈഫിൽ കാണത്തുള്ളൂ. എഗെയിൻ നമ്മൾ ഇവിടെയും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ സോൾ കോൺട്രാക്ട്സ് തന്നെയാണ്, ഈവൻ അത് നമ്മുടെ സോൾമേറ്റ്സ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു പറയാനുള്ളത്. കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ആൻസിസ്ട്രൽ ഹീലിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പ് December 1st, 2nd and 3rd കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക്, അതായത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ റേക്കിൻ്റെ 2nd ലെവൽ അറ്റ്യൂൺമെൻറ്റും കോഴ്സും December 8th തൊട്ട് തുടങ്ങുന്നതാണ്. ഇതിലേക്കും ജോയിൻ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതേ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, ടാറോ റീഡിങ്സിന് ഒക്കെ ആയിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.